എല്ലാ മാന്യ പ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്മസ് സീസൺ കൂടി നമ്മെ സമീപിക്കുകയാണ്. ലോകം മുഴുവനും കൊണ്ടാടുന്ന ഒരു അനുസ്മരണമാണ് ക്രിസ്മസ്. എന്താണ് ക്രിസ്മസിൻ്റെ പ്രത്യേകത? ഞാൻ പറയും, ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് ആചരണം. ഇതൊരു ഓർമ്മയാചരണമാണ്. ഒരു ചരിത്ര സത്യത്തിൻ്റെ, ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം, ഇന്നും പ്രസക്തിയുള്ളൊരു സംഭവം. എന്താണ് ആ സംഭവത്തിൻ്റെ പ്രത്യേകത? ദൈവം മനുഷ്യചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ മനുഷ്യരോടൊപ്പം ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള കടന്നുവരവാണ്. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ ഒരു ശിശുവായി, ഒരു പൈതലായി അവതരിച്ചു എന്നുള്ളതാണ്. ഇത് വിശ്വസിക്കുവാനുള്ള ന്യായങ്ങളുണ്ട്, വിശ്വസിച്ചവർക്ക് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവമുണ്ട് എന്നൊരു പൊതുബോധം എല്ലാ കാലത്തെയും മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ ആ ദൈവത്തെ അവർ വേണ്ട രീതിയിൽ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടുവെന്നും ആ പ്രീതി നേടിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നും അവർ ധരിച്ചു. അങ്ങനെയാണ് എല്ലാ മതങ്ങളിലും ബലിയർപ്പണങ്ങളുണ്ടായത്, നേർച്ച കാഴ്ചകളുണ്ടായത്. ബൈബിൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ജീവിതത്തിലും ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം, പലതരം ബലിയർപ്പണങ്ങളിലൂടെ തങ്ങൾ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി നേടിയെടുക്കുവാനുള്ള ശ്രമം. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും ദൈവം ആവശ്യപ്പെടുന്നില്ല. കാരണം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രീതിയോ സ്നേഹമോ ഒരിക്കലും ഇല്ലാതായിട്ടില്ല, കുറഞ്ഞു പോയിട്ടുമില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ദൈവത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ പ്രീതി മനുഷ്യന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ പാവം മനുഷ്യൻ കരുതി ഞങ്ങളുടെ പൂർവികരുടെയോ മാതാപിതാക്കളുടെയോ ഞങ്ങളുടെയൊക്കെ തെറ്റായ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു. ആ പ്രീതി വീണ്ടെടുക്കാൻ എന്തെങ്കിലും ഒരു പരിഹാര കർമ്മം ചെയ്യണം, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ബലിയർപ്പിക്കണം എന്നൊക്കെയാണ് മനുഷ്യൻ ധരിച്ചത്. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യൻ എന്തെല്ലാം ചെയ്തിട്ടും ദൈവം പ്രീതിപ്പെടുന്നത് കാണാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിച്ച ദൈവം ദൈവത്തിൻ്റെ പ്രീതി നിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ, ദൈവപ്രീതിക്ക് വേണ്ടി നിങ്ങളൊരു കഷ്ടപ്പാടും സഹിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിപ്പിക്കാൻ ദൈവം മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകത്തക്ക രീതിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മഹാസംഭവമാണ് മനുഷ്യാവതാരം. അങ്ങനെ ദൈവത്തെ നേരിൽ കാണാനും ദൈവത്തെ തൊട്ടറിയാനും ദൈവം ഒരവസരം കൊടുക്കുന്നതാണ് മനുഷ്യാവതാരം. അങ്ങനെ അതിലൂടെ മനുഷ്യൻ മനസ്സിലാക്കണം, പാപം ചെയ്ത മനുഷ്യനോട് ദൈവത്തിന് കോപമില്ല, ദൈവത്തിന് മനുഷ്യനോടുള്ള പ്രീതി കുറഞ്ഞു പോയിട്ടില്ല എന്ന് മനുഷ്യൻ വിശ്വസിക്കണം. മനുഷ്യൻ വിശ്വസിക്കുന്ന ദൈവങ്ങളൊന്നും പാപികളെ സ്വീകരിക്കുന്നവരല്ല, നല്ലവരെ മാത്രമേ സ്വീകരിക്കുള്ളൂ. എന്നാൽ സത്യദൈവം പറയുകയാണ്, ഞാൻ പാപിയെ തേടി വന്നവനാണ്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനാണ് സത്യം, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നത്. അങ്ങനെ നസ്രായനായ യേശു തന്നെ ദൈവമായി വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്തി. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തി. നമുക്കറിയാം, ദൈവം അപ്രാപ്യമായ ഏതോ ഒരു അകലത്തിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം.
അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തെ പ്രാപിക്കുക അസാധ്യമാണ്. എന്നാൽ മനുഷ്യന് ആഗ്രഹമുണ്ട് ദൈവവുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കണം, ദൈവത്തിൻ്റെ പ്രീതി മേടിച്ചെടുക്കണം, അങ്ങനെ ദൈവത്തോട് സഹവസിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും ദൈവം പ്രീതിപ്പെടുന്നത് കാണാൻ മനുഷ്യൻ സാധിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യനോട് വെളിപ്പെടുത്തി, നിന്നോടുള്ള എൻ്റെ പ്രീതിക്ക് ഒരു കുറവുമില്ല, ഞാൻ പാപിയെ തേടി വന്നവനാണ്, രോഗികൾക്കാണ് ഇതിനെ കൊണ്ട് ആവശ്യം, അങ്ങനെ എത്രയെല്ലാം പാപം ചെയ്താലും സാരമില്ലെന്ന് ഞാൻ പറയുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ പാപിയെ സ്വീകരിക്കാൻ വന്നവനാണ്. ദൈവം പാപിയെ സ്വീകരിക്കുന്നു എന്ന അറിവ് വലിയൊരു സദ്വാർത്തയാണ്. ഞാൻ ഓർക്കുന്നു, പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പലച്ചനോടും പനക്കിലച്ചനോടും ഒപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നയാളാണ്. 1984 അവിടെ ആദ്യമായിട്ട് ധ്യാനം നടക്കുമ്പോൾ ഏതാനും മദ്യപാനികൾ വന്നു. മദ്യപാനികളുടെ ബന്ധുക്കളാണ് അവരെ കൊണ്ടുവന്നത്. ധ്യാനം കൂടിയാൽ മദ്യപാന ആസക്തി മാറുമെന്ന് അവർ ധരിച്ചു. അവർ പറഞ്ഞു, മറ്റൊരു ധ്യാന കേന്ദ്രത്തിലും മദ്യപാനികളെ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഞങ്ങളെ സ്വീകരിക്കണം. അച്ഛന്മാർ കൂടി ആലോചിച്ച് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ പറഞ്ഞത് ഞാനെന്ന് ഓർക്കുന്നു, നമുക്ക് മദ്യപാനികളെ സ്വീകരിക്കാം. ആസ്പത്രിയിൽ വരുന്ന ഒരു രോഗിയോട് ഡോക്ടർ പറയുന്നെന്നിരിക്കട്ടെ, രോഗികളാരും ഇവിടെ വരണ്ട, ഒരുവിധം ആരോഗ്യമുള്ളവരൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് പാപിയും ബലഹീനനും വീണുപോയവനുമാണ് ധ്യാനകേന്ദ്രം ആവശ്യമുള്ളത്, അതുകൊണ്ട് നമുക്ക് മദ്യപാനികളെ സ്വീകരിക്കാം. അങ്ങനെ സന്തോഷത്തോടുകൂടി മദ്യപാനികളെ സ്വീകരിച്ചു. അങ്ങനെ അനേകം മദ്യപാനികൾ മദ്യപാനാസക്തിയിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവരായി മടങ്ങിപ്പോയി. സത്യദൈവം പറയുകയാണ്, ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു, അതുകൊണ്ട് അവനെ രക്ഷിക്കാനാണ് ഞാൻ വരുന്നത്. ഞാൻ പാപിയെ തേടിയാണ് വരുന്നത്. നീതിമാന്മാർക്കല്ല, പാപികൾക്കാണ് ദൈവത്തെ ആവശ്യമുള്ളത്. പാപിയെ നീതീകരിക്കാനാണ് അവിടുന്ന് വരുന്നത്. അങ്ങനെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം മനുഷ്യനോട് തുറന്നു പറഞ്ഞു, അത് സാക്ഷ്യപ്പെടുത്തി, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളെ ഞാൻ സ്വീകരിക്കും. ദൈവം എന്നെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് ദൈവത്തോടൊരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ എന്നെ സഹായിക്കുന്നത്. ദൈവം എൻ്റെ പക്ഷത്തുണ്ട് എന്ന ഉറപ്പ്, ദൈവം എന്നെ കൈവിടുകയില്ല എന്ന ഉറപ്പ് ഏത് പാപിയെയും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ സഹായിക്കും. ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ സഹായിക്കും. അങ്ങനെ ദൈവത്തോട് അനുരഞ്ജനപ്പെടാനും ദൈവത്തോട് അടുക്കാനും ദൈവവുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കാനും മനുഷ്യന് സാധിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാതെ എന്നെ തേടി വന്നിരിക്കുന്നു എന്നുള്ള അറിവാണ്. അതുകൊണ്ട് മനുഷ്യാവതാരത്തിലൂടെയാണ് ദൈവം മനുഷ്യവർഗത്തെ തന്നോട് അനുരഞ്ജനപ്പെടുത്തിയത്. തന്നോടൊരു സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ, ദൈവവുമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് കഴിവുള്ള ഒരാളാക്കിയത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന യാതൊരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം സ്നേഹിച്ച വിധം ദൈവം തന്നെയായ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ്. അങ്ങനെ ഈശോ വന്ന് പാപികളായ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളൊരു ബലിയും അർപ്പിക്കണ്ട, നിങ്ങളൊരു നേർച്ചയും തരണ്ട, കാഴ്ചയും തരണ്ട, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ നിങ്ങളുടെ വശത്തുണ്ട്, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. പാപം ചെയ്തു എന്ന കാരണത്താൽ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നിങ്ങളെനിക്ക് അമൂല്യരും പ്രിയങ്കരരും വിലയുള്ളവരുമാണ്. അതുകൊണ്ട് നമുക്ക് രമ്യതയിലാകാം. അങ്ങനെ ഈശോ മനുഷ്യനെ രമ്യതയിലേക്ക് വിളിക്കുകയാണ്. സകല പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് പുറത്തുകൊണ്ട് അതിനുള്ള സാക്ഷ്യം നൽകിക്കൊണ്ട് അവിടുന്ന് മനുഷ്യനെ തന്നോടൊപ്പം
ഒരു സ്നേഹബന്ധത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിത്യതയിലായിരിക്കുന്ന ദൈവം സമയത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ സമയത്തിലായിരിക്കുന്ന നമുക്ക് ദൈവവുമായൊരു ബന്ധം സ്ഥാപിക്കാൻ അവിടുന്ന് അവസരമൊരുക്കി. ആ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് അരൂപിയായി നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞവൻ, ലോകാവസാനത്തോളം കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ, നിങ്ങൾ എന്നിൽ വസിക്കണമെന്ന് പറഞ്ഞവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞവൻ ഇന്നും ഒരാളായി നമ്മോടൊപ്പം ഉണ്ട്. അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. അങ്ങനെ അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം നൽകിക്കൊണ്ട് സമയത്തിനതീതനായി അവിടെ നിന്നും ഇവിടെ ഉണ്ട്. അങ്ങനെ ഈശോയോടൊരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർക്കൊക്കെ ഈശോ നമ്മളിൽ വന്ന് വസിക്കുന്ന അനുഭവം ഉണ്ടാകും, നമ്മളെ ശക്തിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ തനി പതിപ്പായി മാറാനുള്ള ഒരനുഭവം ഉണ്ടാകും. അത് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം വഴിയാണ്. അവിടുത്തെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ ആനയിക്കാൻ, രൂപാന്തരപ്പെടുത്താനാണ് അവിടുന്ന് ഈ ഭൂമിയിൽ വന്നത്. ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ.